സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൃതിയെങ്കിലും ശരിയായി ഉൾക്കൊള്ളാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസിയായിരുന്നോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയുവാൻ യാതൊരു സന്ദേഹവും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ കൃതികളിലുടനീളം, പ്രവർത്തനങ്ങളിലുടനീളം ശ്രദ്ധിച്ചാൽ, എന്തിനേറെ അദ്ദേഹത്തിന്റെ ദർശനം മനസ്സിലാക്കിയാൽ സുവ്യക്തമായും നമുക്ക് പറയുവാൻ കഴിയും അദ്ദേഹം തികഞ്ഞ ഒരു സനാതനധർമ്മ വിശ്വാസി തന്നെയായിരുന്നു എന്ന്. മാത്രമല്ല, അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റേതെങ്കിലും ഒരു ദാർശനിക പാത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല താനും. ഇത് അല്പമൊന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഒരു കാര്യം ആദ്യമേ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസി ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് നാം തേടേണ്ടത്. അല്ലാതെ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി സനാതനധർമ്മത്തിൻ്റേതെന്ന പേരിൽ ചരിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്നല്ല. കാരണം അത് മറ്റൊരു വിഷയമാണ്. അതുപോലെ ജാതി വ്യവസ്ഥയുടെ ഹീനമായ ആചാരങ്ങളെ, രേഖപ്പെടുത്തിയിട്ടുള്ളതോ പ്രസ്താവിച്ചിട്ടുള്ളതോ ആയ സംസ്കൃത സൂക്തങ്ങളെ തിരഞ്ഞുപിടിച്ച് ഉദ്ധരിച്ച് അതാണ് സനാതനധർമ്മം എന്ന് വരുത്തി തീർത്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചു കളയാം എന്നാണ് ചില വിമർശകന്മാർ ധരിക്കുന്നത്. പക്ഷേ അതിനവർ കൂട്ടുപിടിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ എക്കാലത്തെയും വക്താവും കെടാത്ത ജ്വാലയുമായ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിനെയാണ് എന്നുള്ളതാണ് ഒരേ സമയം വേദനാജനകവും അതേസമയം അവരെ പരിഹാസ്യരുമാക്കി തീർക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വാസവും കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ പ്രവൃത്തികളിലൂടെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സ്ഥാപിച്ച 30-ലേറെ ക്ഷേത്രങ്ങളുടെ പേരുകൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്ത് അരുവിപ്പുറത്ത് 1888 അദ്ദേഹം ആദ്യമായി നടത്തിയ വിപ്ലവകരമായ പ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ശിവപ്രതിഷ്ഠയും ശിവപൂജയുമാണ് അരുവിപ്പുറം ശിവക്ഷേത്രത്തിൽ ഇന്നും തുടർന്നു വരുന്നത്. അവിടെ മുതൽ തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം സ്ഥാപിച്ച 30-ലേറെ ക്ഷേത്രങ്ങളിൽ ഒരിടത്തുപോലും, വീണ്ടും പറയുന്നു, ഒരിടത്തുപോലും സനാതനധർമ്മത്തിലുള്ളതല്ലാത്ത ഒരു പ്രതിഷ്ഠ പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. വിമർശകർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന BR അംബേദ്കർ വിശ്വസിച്ചിരുന്ന ബുദ്ധമതത്തിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളെ അദ്ദേഹം ഒരിക്കൽ പോലും എങ്ങും തന്നെ പ്രതിഷ്ഠിച്ചിട്ടേയില്ല. മറിച്ച് ഭാരതത്തിലെ സനാതനധർമ്മത്തിലെ അടിസ്ഥാന സങ്കല്പങ്ങളായ ദേവീദേവന്മാരെ തന്നെയാണ് പ്രതിഷ്ഠിച്ചത്. ആ ദേവീദേവന്മാരുടെ പേരു തന്നെയാണ് പ്രതിഷ്ഠകൾക്ക് നാമമായി നൽകിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സ്ഥാപിച്ച കുറച്ചു ക്ഷേത്രപ്രതിഷ്ഠകളുടെ പേരുകളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം. ഗുരുദേവൻ സ്ഥാപിച്ച കുളത്തൂർ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ അദ്ദേഹം കുളത്തൂർ ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതം രചിക്കുകയുണ്ടായി. തുടർന്ന് അഞ്ചുതെങ്ങ് ജ്ഞാനേശ്വര ക്ഷേത്രം, എറണാകുളം നാരായണീശ്വരം ശിവക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രം, ദേവീക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, കണ്ണൂർ ജഗന്നാഥ ക്ഷേത്രം, സുന്ദരീശ്വര ക്ഷേത്രം എന്നിങ്ങനെ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രപ്രതിഷ്ഠകളുടെ പേരുകൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ വ്യക്തമാകാവുന്നതേയുള്ളൂ അദ്ദേഹം ഹിന്ദുമത സനാതനധർമ്മത്തിൻ്റെ തന്നെ ഉറച്ച വക്താവായിരുന്നുവെന്ന കാര്യം. വസ്തുത ഇതായിരിക്കെ ഇതിനു വിരുദ്ധമായി സത്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ സനാതനധർമ്മവിശ്വാസി അല്ലെന്നു വരുത്തുവാൻ ചിലർ ശ്രമിക്കുന്നത് ഗുരുവിനെ മറ്റെവിടെയോ കൊണ്ടുപോയി തളച്ചിടുവാനുള്ള ഗൂഢനീക്കങ്ങൾ തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വൈക്കത്തു നിന്നും 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചെമ്മനാത്തുകര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അതുവരെ പ്രതിഷ്ഠിച്ചു പൂജ നടത്തി വന്നിരുന്ന സർപ്പവിഗ്രഹം എടുത്തുമാറ്റുവാൻ ശ്രീനാരായണ ഗുരു ആവശ്യപ്പെട്ടതിനു ശേഷമാണ് അദ്ദേഹം അവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് എന്നതുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വമാകമാനം നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായ ബ്രഹ്മസത്യമെന്ന ആശയത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന സനാതനധർമ്മവിശ്വാസം തന്നെയാണ് പൂജിക്കപ്പെടേണ്ടത്, സ്വീകരിക്കപ്പെടേണ്ടത് എന്നതിനാൽ തന്നെയാവണം മുഖ്യ വിഗ്രഹമായിരുന്ന ആ സർപ്പവിഗ്രഹം എടുത്തുമാറ്റുവാൻ ശ്രീനാരായണ ഗുരു ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. സനാതനധർമ്മത്തിലേക്കുള്ള ഇത്തരം തിരുത്തലുകളെ ഭാരതത്തിൻ്റെ പല കാലഘട്ടത്തിലും പല സ്ഥലങ്ങളിലും കാണുവാൻ കഴിയും. ഇതെല്ലാം പരിമിതപ്പെട്ടതോ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമോ ആയ വിശ്വാസ സമ്പ്രദായങ്ങളെ സനാതനധർമ്മത്തിൻ്റെ ശാസ്ത്രീയ ധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണത്തിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ സനാതനധർമ്മവിശ്വാസികൾ പോയി ഒരിടത്ത് നിലവിലിരുന്ന വിശ്വാസ സമ്പ്രദായത്തെ ആക്രമിച്ചു കയ്യേറി സ്വന്തമാക്കി എന്നല്ല. അങ്ങനെ ശരിയിലേക്കുള്ള ഒരു പരിഷ്കരണമായതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ അങ്ങനെ ചെയ്തതും. വർക്കലയിലെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച മഹാസരസ്വതി ക്ഷേത്രമാണ് ശാരദാമഠം. കേരളത്തിൽ അറിവിൻ്റെയും വിദ്യയുടെയും ഭഗവതിയായ മഹാസരസ്വതിക്ക്
ക്ഷേത്രങ്ങൾ കുറവായിരുന്ന ആ കാലത്താണ് 1912 ഏപ്രിലിലെ പൗർണമി ദിനത്തിൽ ഗുരുദേവൻ ശാരദാമഠത്തിൽ മഹാസരസ്വതി പ്രതിഷ്ഠ നടത്തിയത്. മഹാസരസ്വതി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശാരദ എന്നാൽ ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തിയുടെ മറ്റൊരു പേരാണ്. ഭഗവതിയുടെ മഹാസരസ്വതി ഭാവത്തിനാണ് അവിടെ പ്രാധാന്യം. കാശ്മീർ ശാരദാപീഠത്തിൽ ആരാധിക്കപ്പെട്ട ഭഗവതി സങ്കല്പം കൂടിയാണിത്. നവരാത്രി, വിദ്യാരംഭം തുടങ്ങിയവ ഇവിടെ പ്രധാനമാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? സനാതന വിശ്വാസി മാത്രമല്ല, അതിന്റെ വക്താവ് കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് തെളിയിക്കാനായി വേണ്ടത്. തീർന്നില്ല. സനാതനധർമ്മത്തിലെ ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് എത്രയോ കൃതികൾ അദ്ദേഹം എഴുതുകയുണ്ടായി. സുബ്രഹ്മണ്യസ്തുതി, ശിവസ്തുതി, ഭദ്രകാളി സ്തുതി, ദേവീസ്തുതി എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം. ഈ കൃതികളിൽ ഓരോന്നും പരിശോധിച്ചാൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാകും. സനാതനധർമ്മത്തിലെ അദ്വൈത വേദാന്ത ദർശനങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായും പറഞ്ഞതും ധരിപ്പിച്ചതും. അതല്ലെന്ന് തെളിയിക്കാൻ സത്യസന്ധനായ ഒരു വിമർശകനും കഴിയില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടും വ്യക്തമാക്കുന്നത് സനാതനധർമ്മത്തെ തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഗുരു സനാതനധർമ്മവാദി അല്ലായിരുന്നു എന്ന് വാദിക്കുന്ന കപട ഗുരുഭക്തന്മാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ജാതി വ്യവസ്ഥയെപ്പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരാചാരങ്ങളെ വെള്ളപൂശുന്നു എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്നതോ ആയ സംസ്കൃത സൂക്തങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചതുകൊണ്ടൊന്നും നിങ്ങൾക്ക് സനാതനധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീനാരായണ ഗുരുവിനെയും സനാതനധർമ്മത്തെയും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കട്ടെ. സംസ്കൃത വാക്കുകൾ അറിയാമെന്നോ അത് ഉദ്ധരിച്ച് അർത്ഥം പറയുവാൻ കഴിയുമെന്നോ കാണിച്ചതുകൊണ്ടൊന്നും ഇവിടെ ഒരാളും വലിയവനാകുന്നില്ല. പാണ്ഡിത്യം കൊണ്ടല്ല, ഉദ്ദേശശുദ്ധി കൊണ്ട് മാത്രമാണ് ഒരാൾ ശ്രേഷ്ഠനാകുന്നത്. പാണ്ഡിത്യത്തിന്റെ പൊള്ളയായ ഗർവിനെ കുറ്റം പറയുകയും എന്നിട്ട് അതേ ആൾ തന്നെ ഏതെങ്കിലും തെറ്റായ ആശയങ്ങളോ ആചാരങ്ങളോ എവിടെയെങ്കിലും ഉദ്ധരിച്ചിട്ടുള്ളത് തപ്പിപ്പിടിച്ച് ഇതാണ് സനാതനധർമ്മത്തിന്റെ മഹത്തായ ആശയങ്ങളെന്ന് സ്വയം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് പാണ്ഡിത്യത്തിന്റെ ലക്ഷണമല്ല. പകരം അത്തരക്കാരുടെ മുൻവിധികളെയാണ് തീർച്ചയായും വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹം സർവദാ ഉയർത്തിപ്പിടിച്ച വിശ്വാസ പ്രമാണമായ സനാതനധർമ്മത്തെയും പരസ്പര വിരുദ്ധമായി തെറ്റിദ്ധരിപ്പിക്കുമോ? ഗുരുദേവൻ എഴുതിയ കൃതികളിൽ ഭാരതീയ വേദാന്ത സംസ്കൃതിയുടെ ഭാഗമായ ഹോമമന്ത്രങ്ങൾ, യോഗശാസ്ത്രം, സർവോപരി വേദാന്ത സൂത്രം വരെ ഉൾപ്പെട്ടിരുന്നു എന്നറിയുമ്പോഴാണ് അദ്ദേഹം തികഞ്ഞ വേദാന്ത ദർശനത്തിന്റെ, ഭാരതീയ സനാതനധർമ്മത്തിന്റെ അതിശക്തനായ ഒരു വക്താവായിരുന്നു എന്ന് നിസ്സംശയം ബോധ്യപ്പെടുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ വെറും പ്രതിഷ്ഠകൾ നടത്തുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. വൈദികമായ താന്ത്രിക സമ്പ്രദായം അനുസരിച്ചു തന്നെ വിധാനങ്ങൾ നിശ്ചയിക്കുകയും അതനുസരിച്ചുള്ള പൂജകൾ ഏർപ്പെടുത്തുകയും ആ പൂജകൾ പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളും അതിനുവേണ്ടി ശിഷ്യന്മാരെയും നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൃതികൾ ശ്രദ്ധിക്കൂ. വേദാന്ത പദ്ധതിയുടെ മർമ്മപ്രധാനമായ അദ്വൈത ദർശനത്തെ വളരെ വ്യക്തമായി ഉയർത്തിക്കാട്ടുന്നതാണ് അദ്വൈത ദീപിക. അദ്ദേഹത്തിന്റെ ഏതു കൃതികളും ആത്മോപദേശ ശതകം, ദർശനമാല, ജനനി, നവരത്നമഞ്ജരി ഇവയെല്ലാം തന്നെ സുവ്യക്തമായി അദ്വൈത ദർശനത്തെ തന്നെയാണ് വിളംബരം ചെയ്യുന്നത്. ഈ കൃതികൾ വായിച്ചു നോക്കിയിട്ടുള്ള ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ അദ്ദേഹം സനാതനധർമ്മ വിശ്വാസിയായിരുന്നില്ല എന്ന്? എന്നിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസിയായിരുന്നില്ല എന്ന തനി പൊട്ടത്തരം ചിലർ ആവർത്തിക്കുന്നത്. സനാതനധർമ്മത്തോട് ഗുരുദേവൻ പുലർത്തിയിരുന്ന ഈയൊരു സമർപ്പണ മനോഭാവം കൊണ്ടാണ് ഭാരതീയ വേദാന്ത ദർശനത്തിന്റെ അഥവാ ഭാരതത്തിന്റെ വിശ്വമാനവിക ദർശനം പ്രചരിപ്പിക്കുവാനും സംസ്കൃത ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി 1913 ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ ഇത്തരക്കാർ പറയുന്നത് പോലെ മറ്റേതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങളോ ആശയങ്ങളോ അല്ല. സ്വന്തമായി ഏതെങ്കിലും മതം രൂപീകരിച്ച് അതനുസരിച്ചുള്ള നാമരൂപങ്ങളോ ആരാധനാ പൂജാരീതികളോ അല്ല. തികച്ചും ഭാരതീയ സനാതനധർമ്മത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും നാമങ്ങളും തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ജീവിത ദൗത്യത്തിൽ ഉടനീളം ചെയ്തു വന്നിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതുമെന്ന് ആർക്കും മനസ്സിലാക്കാനാവും. എന്നു മാത്രമല്ല, ജാതി വ്യവസ്ഥയുടെ ഹീനസമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോകുന്നതിനെ അദ്ദേഹം ഒരു കാരണവശാലും അംഗീകരിച്ചിരുന്നില്ല. പകരം ആ പ്രവണത അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി എന്ന് മാത്രമല്ല, ഹിന്ദുമതം വിട്ടുപോയവരെ തിരിച്ച് സ്വന്തം മതമായ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ശ്രീനാരായണ ഗുരുദേവൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. അതും സ്വമേധയാ ആണ് അവർ മടങ്ങി വരുന്നതെങ്കിൽ അതിനെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു.
സ്വന്തം വീട്ടിലേക്കുള്ള മടങ്ങിവരവ് എന്നാണ് അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. തനിക്കിഷ്ടമുള്ള വിശ്വാസധാര ഒരാൾ സ്വമേധയാ തിരഞ്ഞെടുക്കേണ്ടതുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും വിഭാഗീയതയ്ക്കും പ്രതിവിധിയായി ജാതിമത വിഭാഗീയതയ്ക്ക് അതീതമായ ഐക്യബോധം ഹിന്ദുമതത്തിൽ വളർത്താനായി തന്റെ വിഖ്യാത തുല്യതാ മന്ത്രമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു. സനാതനധർമ്മത്തിൽ മാത്രമല്ല, എല്ലാ ആത്മീയ സാംസ്കാരിക ധാരകളിലും ചില കാലഘട്ടങ്ങളിൽ ചില തെറ്റുകൾ അഥവാ അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാവാം. അവയെ ആ ദർശനങ്ങൾ തന്നെ തിരസ്കരിക്കുകയും ചെയ്യും. അല്ലാതെ വീണ്ടും വീണ്ടും അവയെ അഴവിറക്കി മാലിന്യം ഛർദ്ദിച്ചാൽ അത് പേറാൻ ബുദ്ധിക്ക് തെളിച്ചമുള്ള ഒരു ശ്രീനാരായണ ഭക്തനെയും സനാതനധർമ്മ വിശ്വാസിയെയും കിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇനി സ്വയം വിലയിരുത്തൂ. അദ്ദേഹം സനാതനധർമ്മ വിശ്വാസിയായിരുന്നോ, സനാതനധർമ്മത്തിന്റെ കാവലാളായിരുന്നോ അല്ലായിരുന്നോ? ഉത്തരം തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ജാതിമത ഭേദത്തിന് ഉപരിയായി നാം ഓരോരുത്തരുടെയും, നമ്മുടെ രാഷ്ട്രത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും പൊതുസ്വത്താണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വിശ്വപൗരനുമാണ്. ഇങ്ങനെയുള്ള വിശ്വപൗരത്വം സനാതനധർമ്മം സാക്ഷാത്കരിച്ചിട്ടുള്ളവരുടെ സ്വാഭാവികമായ ഒരവസ്ഥ തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുദേവനെ ആരും തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ഇതിന്മേലുള്ള ഓരോരുത്തരുടെയും നിഷ്പക്ഷവും സത്യസന്ധവുമായ കാഴ്ചപ്പാട് ദയവായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ അറിവിന്റെ കൊടുക്കൽ വാങ്ങലുകളാണ്. നമ്മുടെ മഹത്തായ സംസ്കൃതിയെ, നമ്മുടെ അത്യുന്നതനായ ഗുരുദേവനെ അറിയുകയും അറിയിക്കലുമാണ്. സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. നമസ്തേ.